പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. കുറച്ചു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ പ്രേക്ഷകരെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇതുവരെ ഈ ഇടവേളയിൽ നിങ്ങൾ കേട്ടത് എൻ്റെ ശബ്ദമായിരുന്നു. ആ ശബ്ദത്തെ പോലും നിങ്ങൾ അംഗീകരിച്ചു എന്നുള്ളത് എനിക്ക് ഒരുപാട് ചാരിതാർത്ഥ്യം നൽകുന്നു. എൻ്റെ ശബ്ദത്തെ പോലും നിങ്ങൾ തിരിച്ചറിഞ്ഞു, എൻ്റെ ശബ്ദത്തെ പോലും നിങ്ങൾ അംഗീകരിച്ചു. എന്തുകൊണ്ട് പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്ക് മാത്രമേ എനിക്ക് പറയാനുള്ളൂ: നിങ്ങളാണ് അതിൻ്റെ കാരണം. നിങ്ങളാണ് അതിൻ്റെ കാര്യകാരണ സഹിതം. പൊളിറ്റിക്സ് കേരള 2 വർഷം മുമ്പ് നിർത്താൻ ഞാൻ ആലോചിച്ചു. നിർത്താൻ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് പൊളിറ്റിക്സ് കേരളയുടെ പ്രശ്നം. എല്ലാ യൂട്യൂബ് ചാനലുകളും നേരിടുന്നതും സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. ഞങ്ങളാരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പണം വാങ്ങാറില്ല. ഞങ്ങളാരെയും ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ട് പണം വാങ്ങാറില്ല. ഞങ്ങളൊരു മോൻ്റെ മുമ്പിലും നമസ്കരിച്ചിട്ടും ഇല്ല. എന്തായാലും 2 വർഷം മുമ്പ് വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ട പൊളിറ്റിക്സ് കേരളയെ നിങ്ങൾ പണം നൽകി സഹായിച്ചു. 100 രൂപ നൽകിയവരുണ്ട്, 50 രൂപ നൽകിയവരുണ്ട്, 5000 നൽകിയവരുണ്ട്, 10000 നൽകിയവരുണ്ട്. അവരൊക്കെ എന്നോട് പറഞ്ഞ ഒരു കാര്യം ഇത് തുടരണം എന്നുള്ളതാണ്. പൊളിറ്റിക്സ് കേരള വീണ്ടും ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ എൻ്റെ പ്രേക്ഷകർ മാത്രമേ ഉള്ളൂ. പൊളിറ്റിക്സ് കേരളയ്ക്ക് 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. കുതിച്ചു പായുന്ന പൊളിറ്റിക്സ് കേരളയ്ക്ക് മുമ്പിൽ പല മുൻനിര ചാനലുകളും അടിയറവ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ മുന്നോട്ട് പൊളിറ്റിക്സ് കേരള കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ വേണം എൻ്റെ കരുത്തായി. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനൊരു മകനാണ്. സഹോദരിയോ സഹോദരനോ ഇല്ല. പക്ഷേ പൊളിറ്റിക്സ് കേരള തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ഉണ്ടായി. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായി. അവരോട് ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുകയാണ്: പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോകണമെങ്കിൽ, മതേതരത്വത്തിൻ്റെ വീതിയിലെ ചാനലായ പൊളിറ്റിക്സ് കേരള മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ പിൻബലം എനിക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. ഞാൻ വീഴുമ്പോൾ നിങ്ങൾ താങ്ങും, നിങ്ങൾ വീഴുമ്പോൾ ഞാൻ താങ്ങും. അതൊക്കെയാണ് പൊളിറ്റിക്സ് കേരള. അതൊക്കെയാണ് പൊളിറ്റിക്സ് കേരളയും നിങ്ങളും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം സുദൃഢമാണെന്ന് എനിക്കറിയാം. ഞാനെന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ താങ്ങും എന്ന് എനിക്കറിയാം. ഞാനെന്ന് വീണ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാനാവില്ല എന്നതും എനിക്കറിയാം. പൊളിറ്റിക്സ് കേരളയെ ലോകം ഒട്ടാകെയുള്ള മലയാളികൾ അംഗീകരിച്ചിരിക്കുന്നു. ലോകം ഒട്ടാകെയുള്ള മലയാളികൾ അംഗീകരിക്കുമ്പോൾ അതിൽ എനിക്ക് അഭിമാനമുണ്ട്. പക്ഷേ നമ്മുടെ ചാനൽ തുടർന്നുകൊണ്ട് പോകണമെങ്കിൽ സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. ഞങ്ങൾക്കിവിടെ ജീവനക്കാരുണ്ട്, ഓഫീസിൻ്റെ വാടകയുണ്ട്, ഇലക്ട്രിസിറ്റി, കറണ്ട് ബില്ല്, ഇങ്ങനെയുള്ള പല പല സങ്കീർണതകളിലൂടെ ചുറ്റിപ്പറ്റിയാണ് ഞാൻ മതേതരത്തിന് വേണ്ടി വാദിക്കുന്നത്. പല വിധത്തിലുള്ള സങ്കീർണതകളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്സ് കേരള ഓരോ നിമിഷവും. ആ സങ്കീർണതകൾ ഒരു നിമിഷം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് പൊളിറ്റിക്സ് കേരള എന്ന ചാനൽ കാണില്ല. അത്ര ശക്തമായ രീതിയിലുള്ള തിരിച്ചടികൾ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് നേരെ തന്നെ കള്ളക്കേസുകൾ ഒരുപാട് വരുന്നു. അതൊക്കെ ഓവർടേക്ക് ചെയ്യാൻ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമാണ്. 10 രൂപയെങ്കിൽ 10 രൂപ, 100 രൂപയെങ്കിൽ 100 രൂപ, 500 രൂപയെങ്കിൽ 500 രൂപ അതിട്ട് എന്നെ ഈ പ്രസ്ഥാനത്തെ സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ വൈകിയ വേളയിൽ
ഞാൻ തന്നെ നേരിട്ട് വന്നത്. ഞാൻ അപ്രത്യക്ഷമായപ്പോൾ, എൻ്റെ ശബ്ദം മാത്രം ബാക്കിയായപ്പോൾ പല എന്താ പറയുക, പലരും പറഞ്ഞ് ഞാൻ പേടിച്ച് മാളത്തിൽ കയറിയിരിക്കുകയാണ്. മാളത്തിൽ കയറിയിരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. സംഘപരിവാറിനോട് എനിക്ക്, സംഘപരിവാറെന്ന സംഘടനയോട് എനിക്ക് പേടിയുമില്ല. അങ്ങനെ പേടിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. എനിക്ക് ശക്തമായ രീതിയിൽ എനിക്ക് എൻ്റെതായ പണി ചെയ്യാൻ ആകും. ഇപ്പോൾ ഞാൻ വന്നത് നിങ്ങളുമായി നേരിട്ട് സംവേദിക്കാൻ. പൊളിറ്റിക്സ് കേരളയുടെ അവസ്ഥ പരിതാപകരമാണ്. പൊളിറ്റിക്സ് കേരളയുടെ അവസ്ഥ പരിതാപകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കണം, റെൻ്റ് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ഒരു 2 മാസം മുമ്പ് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ, 2 മാസം കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ മാത്രമേ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 വർഷം മുമ്പ് നിങ്ങൾ പൊളിറ്റിക്സ് കേരളയെ മാറോടണച്ചതുപോലെ, നിങ്ങൾ പൊളിറ്റിക്സ് കേരളയെ സപ്പോർട്ട് ചെയ്തതുപോലെ 100ഉം 200ഉം 500ഉം അടക്കമുള്ള ചെറിയ എമൗണ്ടൊന്നും അല്ല, നിങ്ങളുടെ ഇതിൽ നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള എമൗണ്ടുകൾ തന്ന് സഹായിക്കുക. ആ എമൗണ്ടുകൾ തന്ന് സഹായിച്ചുകൊണ്ട് പൊളിറ്റിക്സ് കേരളയെ മുന്നോട്ട് പോകാൻ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ തയ്യാറെടുക്കുക. വളരെ ശക്തമായ ഒരു തീരുമാനത്തിൽ ഞാൻ മുമ്പ് നിന്നപ്പോൾ, പൊളിറ്റിക്സ് കേരള അടച്ചുപൂട്ടാൻ തന്നെ ഞാൻ തീരുമാനിച്ചപ്പോൾ, നിങ്ങൾ കൈ നിറയെ സഹായം എനിക്ക് നൽകി. മുക്കത്ത് നിന്നും നിലമ്പൂരിൽ നിന്നും അങ്ങ് റോമിൽ നിന്നും വരെ എനിക്ക് സഹായം നൽകി. ആ ഒരു സഹായം വീണ്ടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പൊളിറ്റിക്സ് കേരള വന്നിരിക്കുന്നു. യൂട്യൂബ് ചാനൽ, പ്രത്യേകിച്ചും എന്താ പറയുക, മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കുന്ന യൂട്യൂബ് ചാനൽ, അതിനെ നിലനിർത്താൻ വലിയ പ്രയാസമാണ്. അതിനെ നിലനിർത്തി കൊണ്ടുപോകാൻ വലിയ ഒരു പ്രയാസം തന്നെയാണ്. ആ പ്രയാസമൊക്കെ ഞാൻ തരണം ചെയ്തു. എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ചാനലിൽ പോയി ജോലി ചെയ്ത് അല്ല ശമ്പളമൊക്കെ വാങ്ങി ആർഭാടകരമായ ഒരു ജീവിതം നയിക്കാനായിരുന്നു. പക്ഷേ പൊളിറ്റിക്സ് കേരള തുടങ്ങിയപ്പോൾ മുതൽ ഞാനൊരു കാര്യം തീരുമാനിച്ചു. മതേതരത്വത്തിൻ്റെ സിദ്ധാന്തം, അതിനപ്പുറം പേടിപ്പിക്കപ്പെടുന്ന ജനങ്ങൾ, ക്രൂശിക്കപ്പെടുന്ന ജനങ്ങൾ, മുസ്ലിങ്ങളും ദളിതരും അടക്കമുള്ള ജനവിഭാഗം, അവർക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കും എന്ന് തീരുമാനിച്ചു കൊണ്ട് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ഞാൻ ജന്മം നൽകിയത്. ആ പൊളിറ്റിക്സ് കേരള വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും എത്തി നിൽക്കുന്നു. അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ചെറിയ സഹായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. ഈ 2 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ 100 രൂപ ഇട്ടാൽ പോലും പൊളിറ്റിക്സ് കേരളയ്ക്ക് അതൊരു വലിയ ഗുണകരമായി മാറും ഈ അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് കേരള വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിൽ ഒരു ഫണ്ടിങ്ങിനായി എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ സാധിക്കും. ഞാനിടുന്ന സ്റ്റോറിക്ക് താഴെ വന്ന് എന്താ പറയുക, വളരെ ക്രൂരമായി കമൻ്റ് ഇടുന്ന കുറേ സംഘപരിവാറുകാരന്മാർ, അവരെയൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. എൻ്റെ ഹൃദയത്തെ അറിയാവുന്ന, എൻ്റെ മനസ്സിനെ അറിയാവുന്ന, നമ്മുടെ പ്രസ്ഥാനത്തെ അറിയാവുന്ന വ്യക്തികൾക്ക് വേണ്ടി മാത്രമാണ് പൊളിറ്റിക്സ് കേരള നിലകൊള്ളുന്നത്. അതിൽ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യാനി എന്നൊന്നുമില്ല, ബുദ്ധനെന്നില്ല, ജൈനനെന്നില്ല, ഒന്നുമില്ല. ഞാനും നിങ്ങളും മാത്രം. ഞാനും നിങ്ങളും തമ്മിലുള്ള സംവേദനം തുടരണമെങ്കിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് നിലനിന്ന് പോകണം. അതുകൊണ്ട് തന്നെ മനസ്സ് തുറന്ന് ഞാൻ നിങ്ങളോട് പൊളിറ്റിക്സ് കേരള നിലനിൽക്കാനുള്ള സഹായം അഭ്യർത്ഥിക്കുന്നു. മുമ്പ് ഇതേ അവസ്ഥയിൽ നമ്മൾ കണ്ടുമുട്ടിയിരുന്നു. ഇതേ അവസ്ഥയിൽ കണ്ടുമുട്ടിയപ്പോഴൊക്കെ നിങ്ങൾ എനിക്ക് വലിയൊരു സാമ്പത്തിക സ്രോതസ്സായി മാറി.
ഏഹ്, എന്താ പറയുക, നിങ്ങളുടെ ആ സാമ്പത്തിക സ്രോതസ്സിലാണ് ഇപ്പോഴും പൊളിറ്റിക്സ് കേരള നിലനിൽക്കുന്നത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ 100 രൂപ ആയാലും 50 രൂപയായാലും ഇടുമ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ അത് വലിയൊരു ഉപകാരമാണ്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് മാനസികമായി ശക്തി പ്രാപിക്കാനുള്ള ഒരു ഘടകമായി അത് മാറും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ എമൗണ്ടുകൾ തന്നുകൊണ്ട്, നിങ്ങളാൽ കഴിയുന്ന എമൗണ്ടുകൾ തന്നുകൊണ്ട് പൊളിറ്റിക്സ് കേരള എന്ന പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. പൊളിറ്റിക്സ് കേരള എന്ന പ്രസ്ഥാനം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. പൊളിറ്റിക്സ് കേരള നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. നിങ്ങളാണ് പൊളിറ്റിക്സ് കേരളയുടെ എല്ലാമല്ല. നിങ്ങളാണ് പൊളിറ്റിക്സ് കേരളയെ മുന്നോട്ട് കൊണ്ട് പോകുന്നത്. എൻ്റെ GPay നമ്പർ, ഗൂഗിൾ പേ നമ്പർ ഞാൻ ഈ വീഡിയോയ്ക്കൊപ്പം പുറത്തുവിടുന്നു. എൻ്റെ നമ്പർ കാണുമ്പോൾ കുറേ സംഘപരിവാറുകാർക്ക് തെറി വിളിക്കണമെന്ന് തോന്നുന്നു. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. അവന്മാരുടെ തെറിവിളികൾ എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. എന്തായാലും നിങ്ങൾ ചെറിയ ചെറിയ സഹായം അയച്ചു തരേണ്ടത് എൻ്റെ ഗൂഗിൾ പേ നമ്പറിലാണ്. എൻ്റെ ഗൂഗിൾ പേ നമ്പർ 9847037721 9847037721. നമുക്കിനിയും കളി തുടരണം. നമുക്കിനിയും യുദ്ധം തുടരണം. ആ യുദ്ധത്തിന് സഹായകമായി നിങ്ങളും വേണം. എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതോടൊപ്പം നൽകുമ്പോൾ ചെറിയ ചെറിയ എമൗണ്ടുകൾ അയച്ചു തന്ന് നിങ്ങൾ എന്നെ സഹായിക്കുമ്പോൾ എന്നെ വിളിച്ചെന്ന് പറയുക, ഞാൻ ഇത്ര രൂപ ഇട്ടിട്ടുണ്ട് എന്ന്. വേറൊന്നും കൊണ്ടല്ല, അത് എൻ്റെ ആത്മവിശ്വാസത്തിന് വേണ്ടി കൂടിയാണ്. എൻ്റെ അക്കൗണ്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ സ്റ്റോറിക്കൊപ്പം താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ പേ നമ്പരും കൊടുക്കുന്നുണ്ട്. രണ്ടിലും ഇട്ട ശേഷം നിങ്ങൾ എന്നെ വിളിച്ച് പറയണം. നിങ്ങളും ഞാനുമായുള്ള സൗഹൃദം തുറന്നുകൊണ്ടിരിക്കും. നിങ്ങളും ഞാനുമായുള്ള സൗഹൃദം അവിരാമം തുറന്നുകൊണ്ടിരിക്കും. നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. നിങ്ങളില്ലെങ്കിൽ KN ഷാജികുമാർ എന്നത് ഒരു ശവം മാത്രമാണ്. വളരെ ഹൃദയം തുറന്ന് തന്നെ ഞാൻ പറയുന്നു, പൊളിറ്റിക്സ് കേരള പ്രതിസന്ധിയിലാണ്, സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ്. ചെറിയ ചെറിയ സഹായങ്ങൾ നൽകിക്കൊണ്ട് ആ പ്രതിസന്ധി തരണം ചെയ്യാൻ നിങ്ങൾ എന്നെ സഹായിക്കും.